നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 2023 10th പ്രിലിംസ് സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ISROയുടെ S. സോമനാഥ് ആണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതി. ഓപ്ഷൻ ബി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റിൽ. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ്? 2021. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ശരിയാണ്. നെക്സ്റ്റ്, ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതമുള്ള രാജ്യം ഏത്? ഇന്ത്യക്ക് 7ാം സ്ഥാനമല്ലേ, അപ്പോൾ അതിനേക്കാൾ വലിയ ആരാണ്? ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ഏതാ? സംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ധൂബ്രി. നാഷണൽ റിമോട്ട് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആൻസർ ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ശരിയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. നമ്മൾ ഏതാ പറഞ്ഞിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾക്ക് ന്യായവാദാർഹമാണ്. നിർദ്ദേശക തത്വങ്ങളാണ് ന്യായവാദാർഹം അല്ലാത്തത്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? 4 മൃഗങ്ങളാണ്. ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത്
സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ഓപ്ഷൻ എ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാണ് മാഡം ഭിക്കാജി കാമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പൊയ്കയിൽ യോഹന്നാൻ, അതായത് കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി അറിയപ്പെടുന്നത് ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ടു കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ് വയനാട്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയപാത നാഷണൽ വാട്ടർവേ 3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരിയിലാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ എന്ന് പറയുന്നത് തുലാവർഷം, തെക്ക് പടിഞ്ഞാറിനോ ഇടവപ്പാതി എന്നും കാലവർഷം എന്നും ഒക്കെ അറിയപ്പെടും. ശൈലവൃഷ്ടി അല്ല. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഈ ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും വലുതോ? ഇടുക്കി. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ക്ഷയം വായുവിലൂടെയാണ്, ടൈഫോയിഡ് വായുവിലൂടെയല്ല, മലിനജലത്തിലൂടെ, ഭക്ഷണത്തിലൂടെ. ചിക്കൻ പോക്സ് വായുവിലൂടെയാണ്, എലിപ്പനി അല്ല. അപ്പം ക്ഷയവും ചിക്കൻ പോക്സും ഓപ്ഷൻ ബി. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സി. സ്കർവി.
രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതൊക്കെയാണ്? പവിത്ര നെല്ലാണ്, അനാമിക നെല്ലല്ല, ഹ്രസ്വ നെല്ലാണ്, അർക്ക നെല്ലല്ല. അപ്പം 2, 4. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളെ കണ്ടെത്തുക. ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും. ഓപ്ഷൻ സി. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഘനജലത്തിന്റെ രാസസൂത്രമാണ് ഡ്യൂട്ടീരിയം, D2O. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കേട്ടോ, ക്ലോറോന്നല്ല ക്ലോറാന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ആണ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വിട്ടുപോയ അക്കം. ഇനി അടുത്ത 81 മുതൽ മാത്സ് ആണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. വിട്ടുപോയ അക്കം കണ്ടെത്തുക. 4, 10, 6, 13, 8. ഇത് ഓഡ് പൊസിഷനിൽ 4, 6, 8 അങ്ങനെ പോകുന്നു. ഈവൻ പൊസിഷനിൽ 10, 13 അങ്ങനെ പോകുന്നു. അപ്പോൾ 13 കഴിഞ്ഞിട്ട് 10നോട് 3 കൂട്ടി അടുത്ത 16. 50 - 15 ഡിവൈഡഡ് ബൈ 3 × 10 + 27. അപ്പം 15 ഡിവൈഡഡ് ബൈ 3 5 കിട്ടും. 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 കിട്ടും. ആ 50 ഈ 50 കൂടെ കുറയ്ക്കുമ്പോൾ 0 ആയി പോകും. ആൻസർ 27. 5⁴ × 5⁵ ഡിവൈഡ് ബൈ 5⁷. ഇത് കൂട്ടുമ്പം 4 3 7. ഇത് 7. 7 - 7 0. ഒരു നമ്പർ ഏത് നമ്പർ റേസ് ടു 0 വന്നാലും ആൻസർ 1. 2⁻10നോട് എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടും? എത്രയാണ്? 2⁻10നോട് 2⁻10 തന്നെ കൂട്ടിയാൽ 2⁻11 കിട്ടും അല്ലേ? 4. 2² 4 അല്ലേ? 2² 4 അല്ലേ? 2³ 8. അപ്പോൾ 2² എത്ര കൂട്ടിയാൽ 2³ കിട്ടും? ആ നമ്പർ തന്നെ കൂട്ടണ്ടേ? അതേ നമ്പർ തന്നെ കൂട്ടിയാലേ പവർ ഒന്നും കൂടും. 3⁻x = 729 ആയാൽ 3⁻x - 1 എത്രയാണ്? x - 1 എന്ന് പറയുമ്പോൾ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടുന്നത് 243. A:B = 2:5, B:C = 4:3 ആയാൽ A:B:C എത്രയാണ്? താഴെ എഴുതിയില്ലേ നമ്മൾ? A:B 2, 5 എന്ന് എഴുതും, B:C 4, 3 എന്ന് എഴുതും. താഴെ ഇങ്ങനെ n പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8, 20, 15. ചിത്രത്തിൽ രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് കാണുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വലിയ സ്ക്വയറായിട്ട് കൺസിഡർ ചെയ്യുക. 10ഉം 6ഉം ഉള്ളൊരു സ്ക്വയറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 10 × 6 60 വരും. പിന്നെ ഇത് എത്ര വരും? ഇവിടെ 2 അല്ലേ ഉള്ളത്, ഇവിടെ 8 വരും, ഇവിടെ 3 വരും. 8ഉം 3ഉം കൂടെ ഉള്ളൊരു ചെറിയ സ്ക്വയറായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുക.
വലതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ സി 36. 35, 28, എക്സ് 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതെന്ന് പറഞ്ഞാൽ 5 നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് തന്നേക്കുന്നത് 36 എന്ന്. അപ്പോൾ ഈ 5 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യുന്ന തുക എത്ര ആയിരിക്കും? 36നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത് ഇത്രയും കൂടെ കൂട്ടിയിട്ട് ആ സമ്മിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമ്പർ കിട്ടും. ആൻസർ 43 ആണ്. അടുത്തത് അഡിഷനാണ്. ആൻസർ 7 1/2. ഓപ്ഷൻ എ ഒറ്റയാനെ കണ്ടെത്തുക. 29, 39, 49, 69. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ 29 ആണെന്ന് തോന്നുന്നു. കാരണം ഇത് മാത്രം പ്രൈം നമ്പർ ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. ബാക്കി 29 മാത്രമേ പ്രൈമായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഇത് 3ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരും. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്ന് 9ാമതും പിന്നിൽ നിന്ന് 8ാമതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? എങ്ങനെ ചെയ്യുന്നത്? 9ഉം 8 കൂട്ടിയിട്ട് 1 കുറയ്ക്കും. 9, 8, 17. കാരണം ജോണി എന്ന് പറയുന്ന ആൾ 2 പ്രാവശ്യം വരുന്നില്ലേ, അപ്പോൾ ഒരു പ്രാവശ്യം കുറയ്ക്കും. 9, 8, 17 കൂട്ടിയിട്ട് 1 കുറയ്ക്കുമ്പോൾ 16. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് 25 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്ന് സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്ന് വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടക്കുന്നു. ഇപ്പോൾ എയിൽ നിന്ന് എത്ര അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? വരച്ചാൽ കിട്ടുന്ന ആൻസർ കേട്ടോ. ആൻസർ 45 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? 2020 ഫെബ്രുവരി എന്ന് പറയുമ്പം ലീപ്പ് ഇയർ അല്ലേ, അപ്പോൾ ആൻസർ സൺഡേ ആണ് വരുന്നത്. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? എങ്ങനെ കൂട്ടിയാലും 1ഉം 3ഉം ആയാലും 4, 3, 7 ആയാലും 10. എങ്ങനെ 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലും അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 774 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചതുരാകൃതിയുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? ആൻസർ 1500. പരപ്പളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ളതല്ലേ, അത് തന്നെയായിരിക്കും കിട്ടുന്ന വേലിയുടെ നീളം. ഒരു ക്ലോക്കിലെ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് 90 ഡിഗ്രി. ഇങ്ങനല്ലേ വരുന്നത്? 90 ഡിഗ്രി എൽ ഷേപ്പിൽ. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില എന്താണ്? 1500ൻ്റെ കൂടെ അതിൻ്റെ 15% കൂടി ആഡ് ചെയ്യണം. 1725. ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു. എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 62.5. നാഗ്പൂർ എന്നതിനെ കോഡ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അടുത്ത തന്നിരിക്കുന്നതിനെ എങ്ങനെ എഴുതുക? അങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ എ ആണ് വരുന്നത്. താങ്ക് യു. അപ്പം വീണ്ടും ഒരു ക്വസ്റ്റ്യനുമായിട്ട് കാണാം.